എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSEB എക്സാമിന് വേണ്ടിയിട്ട് മാത്തമാറ്റിക്സിൽ നിന്നും റീസണിങ്ങിൽ നിന്നുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു സീരീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സീരീസിലെ ആദ്യത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഒരു സീരീസിൽ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സമാഹാരം പോലെയാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് പ്രയോജനപ്പെടുത്തി കറക്റ്റായിട്ട് കണ്ട് കറക്റ്റായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത് കാണുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പരീക്ഷയ്ക്ക് ചോദിക്കുക, ഏത് ലെവലിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു അടിസ്ഥാന ധാരണ നിങ്ങൾക്ക് പകർന്നു തരാനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് വഴി സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം, നോക്കാം. സോ ഹിയർ ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. If dictionary is written as 1, 2, 3, 4, 2, 5, 6, 7, 8, 9, അങ്ങനെയാണെങ്കിൽ ഓർഡിനറി നമ്മൾ എങ്ങനെ എഴുതും എന്നാണ് ചോദ്യത്തിൽ അവർ പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ. ഡിക്ഷണറി നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്? DICTIONARY. ഡിക്ഷണറി നമ്മൾ കോഡ് ചെയ്തിട്ടിരിക്കുന്നത് എങ്ങനെയാണ്? 1, 2, 3, 4, 2, 5, 6, 7, 8, 9. ഇങ്ങനെയാണ് ഡിക്ഷണറി എന്നുള്ള വാക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? കോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് പ്രകാരം ഓർഡിനറി എങ്ങനെ കോഡ് ചെയ്യാമെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഓർഡിനറി എന്നുള്ള വാക്ക് ഇതിൽ തന്നെയുണ്ട്. O ഉണ്ട്, R ഉണ്ട്, D ഉണ്ട്, N ഉണ്ട്, I ഉണ്ട്. അതായത് നമുക്ക് വേണ്ട സംഭവങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാക്കിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് പ്രകാരം ഓർഡിനറി എങ്ങനെ കോഡ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പം O R D I N A R Y. നോക്കിക്കേ, O എന്നത് എന്താണ് കോഡ് ചെയ്ത് വെച്ചേക്കുന്നത്? 5 എന്നാണ് ആൻസർ വരിക. ഓക്കെ, R എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ആണ് ആൻസർ വരിക. D എന്ന് പറഞ്ഞാലോ? D എന്ന് പറഞ്ഞാൽ 1 ആണ് ആൻസർ വരിക. I എന്ന് പറഞ്ഞാൽ 2 ആണ് ആൻസർ വരിക. N എന്ന് പറഞ്ഞാലോ? N എന്ന് പറഞ്ഞാൽ 6 ആണ് ആൻസർ വരിക. A എന്ന് പറഞ്ഞാൽ 7. ഓക്കെ, ദെൻ അഗെയിൻ R എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ആണ്. പിന്നെ Y എന്ന് പറഞ്ഞാൽ എന്താണ്? 9. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ നോക്കിക്കേ. 5, 8, 1, 2, 6, 7, 8, 9. 5, 8, 1, 2, 6, 7, 8, 9. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവൻ 5, 8ൽ തുടങ്ങുന്ന തന്നെ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്കത് കൺഫേം ചെയ്യാവുന്നതേ ഉള്ളൂ. 5, 8, 1, 2, 6, 7, 8, 9. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണെന്ന് പ്രതീക്ഷിച്ചോട്ടെ. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. മുന്നോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. A is B's daughter. A എന്ന് പറഞ്ഞാൽ ബിയുടെ ഡോട്ടർ ആണ്, മകളാണ്. ഓക്കെ, അതായത് ബിയുടെ മകളാണ് A. അപ്പം A താഴെയാണ് വരിക. മകൾ എന്നാണ് പറയുന്നത്. അപ്പം എയുടെ സൈൻ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. മകൾ എന്ന് പറഞ്ഞാൽ ജെൻഡർ കാണിക്കാൻ ഉപയോഗിക്കും. ജെൻഡർ ലേഡീസ് ആണെങ്കിൽ, അതായത് പെൺകുട്ടികളാണെങ്കിൽ നമ്മൾ മൈനസ് എന്നും, ആണുങ്ങളാണെങ്കിൽ നമ്മൾ പ്ലസ് വെച്ചിട്ടുമാണ് ജെൻഡർ കാണിക്കുക. മെയിൽ ആണെങ്കിൽ പ്ലസ്, ഫീമെയിൽ ആണെങ്കിൽ മൈനസ്. ഓക്കെ, ജെൻഡർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എ എന്ന് പറയുന്നത് ബിയുടെ ഡോട്ടറാണ്. ബി ഈസ് സീസ് മദർ. ഈ ബി എന്ന് പറയുന്നത് സിയുടെ അമ്മയാണ്. അപ്പം ഈ സിയുടെ അമ്മയാണ് ബി എന്ന് പറയുന്നത്. അപ്പം ബി മൈനസ് ആണെന്ന് മനസ്സിലായി. ബി അമ്മയാണെന്ന് മനസ്സിലായല്ലോ. യെസ്. സോ തിരിച്ചു പറഞ്ഞാൽ സി എന്ന് പറയുന്നത് ബിയുടെ മകളാണ്, അല്ലേ? ബി ഈസ് സീസ് മദർ. സിയുടെ ജെൻഡർ പറയുന്നില്ല. ബി എന്ന് പറയുന്നത് സിയുടെ മദറാണ്. സി എന്നുള്ളത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആവാം. ഈ സിയുടെ മദറാണ് ബി എന്നേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഡയഗ്രാം വരിക. ശരിയാണല്ലോ? അപ്പം ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഈ കാണുന്ന എയും സിയും സഹോദരന്മാരോ സഹോദരിമാരോ സഹോദരി സഹോദരന്മാരോ ഒക്കെ അതൊക്കെ ആയിരിക്കാം. ഓക്കെ, സിയുടെ ജെൻഡർ അറിയാത്തതുകൊണ്ട് നമുക്ക് നിലവിലൊന്നും അങ്ങനെ കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്നില്ല. ഇനി അടുത്ത എന്താണ്? ഡി ഈസ് സീസ് ബ്രദർ. ഈ സിയുടെ ബ്രദറാണ് ആരെന്ന് പറയുന്നത്? ഡി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഓക്കെ, ഡി ഈസ് സീസ് ബ്രദർ. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, മെയിൽ ആണെന്ന് എനിക്ക് മനസ്സിലായി.
ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ അവരെന്താ ആവശ്യപ്പെടുന്നത് നോക്കിയേ. ഹൗ ഡി ഈസ് റിലേറ്റഡ് ടു എ. ഡിയും എയും തമ്മിലുള്ള റിലേഷൻ. എയിൽ നിന്ന് നോക്കുമ്പോൾ ഡി ആരാണ്? എ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സഹോദരനാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഭാര്യ ഭർത്താക്കന്മാരെ കാണിക്കാൻ ഇങ്ങനെ 2 വര ആരോ മാർക്ക്, സഹോദരി സഹോദരന്മാരെയൊക്കെ കാണിക്കാൻ അല്ലെങ്കിൽ ബ്രദേഴ്സിനെ സിസ്റ്റേഴ്സിനെ ഒക്കെ കാണിക്കാൻ സിംഗിൾ വര ആരോ മാർക്ക്. അത് നമ്മൾ ബ്ലഡ് റിലേഷൻ എന്നുള്ള ടോപ്പിക്കിൽ ഇത് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്, ഫാമിലി ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണേ? അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. മെയിൽ എന്നുള്ളത് പ്ലസ് ആണ് കാണിക്കുക, ഫീമെയിൽ എന്നുള്ളത് മൈനസ് ആണ് കാണിക്കുക. സഹോദരി സഹോദരന്മാരൊക്കെ ആണെങ്കിൽ 1 വര ആരോ മാർക്ക്, ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ 2 വര ആരോ മാർക്ക്, അച്ഛൻ്റെയൊക്കെ ജനറേഷൻ ആണെങ്കിൽ മുകളിലോട്ടാണ് വരയ്ക്കുക, മക്കളുടെ ജനറേഷൻ ആണെങ്കിൽ താഴേക്കാണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അതൊക്കെയാണ് അതിൻ്റെ ബേസിക് റൂൾസ്. നമ്മളത് ഫാമിലി ഡയഗ്രാം വരയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ നിയമങ്ങൾ അതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഡി എന്താണ്? ഹൗ ഡി ഈസ് റിലേറ്റഡ് ടു എ എന്ന. എയിൽ നിന്ന് നോക്കുമ്പോൾ ഡി ആരാണ്? എ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ സഹോദരനാണ് ആരെന്ന് പറയുന്നത്? ഡി എന്ന് പറയുന്നത്. സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രദർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഓപ്ഷൻ ബി ബ്രദർ ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ ആണെന്ന് വിചാരിച്ചോട്ടെ. സംഭവം സെറ്റാണേ. മുന്നോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 3ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇഫ് റോം ഈസ് റിട്ടൺ ആസ് മോർ. അങ്ങനെയാണെങ്കിൽ ഡെയറിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് ചോദ്യം. ഓക്കെ, ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണേ. സോ ROME, റോമിനെ നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? മോർ, MORE, ഇങ്ങനെയാണ് റോമിനെ നമ്മൾ കോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മനസ്സിലായി? M നേരെ ഇവിടേക്ക് എടുത്തിട്ടുണ്ട്, R നേരെ ഇവിടേക്ക് എടുത്തു, O നേരെ ഇവിടേക്ക് എടുത്തു, E നേരെ താഴേക്ക് എടുത്തു. അപ്പോൾ ഈ രീതിയിലാണ് അവർ കോഡ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ സെയിം കോഡ് നമ്മൾ എവിടെ കൊടുക്കുക? DARE, ഡെയറിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ 3ാമത് നിൽക്കുന്ന R നേരെ താഴേക്ക് വരും, ആദ്യം നിൽക്കുന്ന D നേരെ 3ാമത് വരും, A നേരെ താഴേക്ക് ഇറങ്ങും, E നേരെ താഴേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും കോഡ് വരുന്നുണ്ടാവുക. RADE എന്നുള്ള രീതിയിലാണ് നമുക്ക് ആൻസർ വരിക. ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ഡി, RADE ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ ആണേ? സോ അപ്പം 3rd ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 4ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. നമുക്ക് കുറച്ച് നമ്പേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു നമ്പർ മിസ്സിംഗ് ആണ്, അല്ലെ? ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്ന പൊസിഷനിലുള്ള നമ്പർ മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ആയിട്ടുള്ള ആ നമ്പർ കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു റിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, എപ്പോഴും ഈ താഴത്തെ റോയിൽ വലിയ നമ്പേഴ്സ് ആണെങ്കിൽ ആ മുകളിലുള്ള നമ്പേഴ്സ് തമ്മിലുള്ള ഒരു ബന്ധമായിരിക്കാം ഒരുപക്ഷെ 4th റോയിൽ വരുന്നത്. പൊതുവെ അങ്ങനെയാണ് നമ്മൾ കാണാറുള്ളത്. 4ാമത് റോ വരുന്ന കേസിൽ 3 റോയേ ഉള്ളെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ റിലേഷനോ വെർട്ടിക്കൽ റിലേഷനോ ക്രോസ് റിലേഷനോ ഒക്കെ ചിന്തിക്കാം. 4ാമതൊരു റോയും കൂടെ വരുന്ന കേസുകളിൽ മജോറിറ്റി കൂടുതലും ആ മുകളിലുള്ള കോളം വൈസ് നിൽക്കുന്ന 3 പേര് തമ്മിലുള്ള എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ ആയിരിക്കാം ഈ 4th റോയിലെ നമ്പേഴ്സ് ആയിട്ട് വരാറുള്ളത് പൊതുവെ. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒരു പ്രിജുഡിസ്ഡ് തോട്ടെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അങ്ങനെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. പൊതുവെ അങ്ങനെ വരാറുള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 5, 4, 2 തമ്മിൽ ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്ത് 10ലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, I4 20 ആണ്. ആ 20ന്റെ അതായത് I4 20 ആണ്. ആ 20ന്റെ 2 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 10 കിട്ടുക. ശരിയല്ലേ? I4 20 ആണ്. ആ 20നെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 10 കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ അത് പ്രകാരം ഞാനൊന്ന് ചിന്തിച്ച് ചെയ്ത് നോക്കുകയാണേ. അതായത് ഈ 10ലേക്ക് വന്ന എങ്ങനെയാണ്? 5 × 4 ഡിവൈഡഡ് ബൈ 2. അതായത് I4 20/2 ഞാൻ 10ലേക്ക് വന്നു. ഓക്കെ, ഇതേ റിലേഷൻ ഇപ്പുറത്ത് സാറ്റിസ്ഫൈ ആവുന്ന നോക്കുക. ഈ മൾട്ടിപ്ലൈ ഡിവിഷൻ റിലേഷൻ ഇപ്പുറത്തും ശരിയാവുന്നുണ്ടോ എന്നുള്ളത് ഞാനൊന്ന് വെരിഫൈ നോക്കുകയാണ്. അതായത് 7 × 6/3. 3 6 കട്ട് ചെയ്താൽ 2, ഈ 7 14 കിട്ടുന്നുണ്ട്. സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. ശരിയല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 8 × 6നെ ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ പ്ലേസിലുള്ള നമ്പർ കൊണ്ട് ഹരിക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് വരേണ്ടത്? 12 വരേണ്ടത്. ശരിയാണല്ലോ? അതായത് 8 × 6 ഡിവൈഡഡ് ബൈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ പ്ലേസിൽ ഞാൻ ജസ്റ്റ് എക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. അന്നേരം എനിക്ക് വരേണ്ട ആൻസർ ആണ് ആക്ച്വലി എന്ത്? 12. ഓക്കെ ആണേ?
സോ ഈ 6 12 തമ്മിൽ ക്യാൻസൽ ചെയ്യാം, 2 വരും. 2ഉം 8ഉം തമ്മിൽ ക്യാൻസൽ ചെയ്താൽ 4 വരും. അതായത് 4/x ആണ് 1. ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ x is equal to 4 ആണ് നമുക്ക് ആൻസർ വരിക. അതായത് ആ ക്വസ്റ്റ്യൻ മാർക്കിന്റെ പ്ലേസിൽ ആക്ച്വലി വരേണ്ടിയിരുന്ന സംഖ്യ ഏതാണ്? ഓപ്ഷൻ സി 4 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ. സോ അപ്പോൾ നമ്മുടെ 4ാമത്തെ ചോദ്യം സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 5ാമത്തെ ചോദ്യം നോക്കിയോളൂ. സീറ്റിംഗ് അറേഞ്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റോ കോളം വൈസ് ഒക്കെ ഉള്ള അറേഞ്ച്മെന്റ് ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഇൻ എ റോ ഓഫ് മെൻ മനു ഈസ് 30th ഫ്രം ദ റൈറ്റ്. അപ്പോൾ ഒരു റോ ഉണ്ട്, അതിനകത്ത് വലതുവശത്ത് നിന്നും ഇതാണ് റൈറ്റ് സൈഡ്, ഇതാണ് റൈറ്റ് സൈഡ്, ഇതാണ് ലെഫ്റ്റ് സൈഡ്. അത് ബേസിക്കലി നമുക്കറിയാം അല്ലേ. വലതുവശത്ത് നിന്ന് 30ാമതാണ് ആരിയിരിക്കുന്നത്? മനു. 30ാമതാണ് ആരിയിരിക്കുന്നത്? മനു ഇരിക്കുന്നത്. മനു ഈസ് 30th ഫ്രം ദ റൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ വലതുവശത്ത് നിന്നും 30ാമതാണ് ആര് വരുന്നത്? മനു വരുന്നത്. ഓക്കെ ആണേ. അങ്ങനെയാണെങ്കിൽ ബാക്കി ഒന്ന് വായിച്ചു നോക്കാം. അജയ് ഈസ് 20th ഫ്രം ദ ലെഫ്റ്റ്. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നും 20ാമതാണ് ആരിയിരിക്കുന്നത്? അജയ് ഇരിക്കുന്നത് അല്ലെ. അജയ് ഈസ് 20th ഫ്രം ദ ലെഫ്റ്റ്. ഇനി വെൻ ദേ ഇന്റർചേഞ്ച് ദെയർ പൊസിഷൻ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നാൽ മനു ബിക്കംസ് 35th ഫ്രം ദ റൈറ്റ് എന്നാ പറഞ്ഞത്. അതായത് ഇവരുടെ പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മനു വലതുവശത്ത് നിന്നും എത്രാമതാവും? 35ാമതാവും എന്നാ ക്വസ്റ്റ്യനിൽ പറയുന്നത്. പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നോക്കണേ, മനു നേരെ 20ാമത്തെ പൊസിഷനിലേക്ക് വരും. മനു ആ 20ാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് സ്റ്റിൽ വലത്തുനിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ എത്രാമത്താണെന്ന ക്വസ്റ്റ്യനിൽ പറയുന്നത്? 35ാമതാണെന്നാണ് പറയുന്നത്. അതായത് ഇത് എത്രാമത്തെ പൊസിഷനായി? 35ാമത്തെ പൊസിഷനായി. ഓക്കെ. അപ്പൊ നമ്മൾ സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒരാളുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഉള്ള സംഗതി കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ആ വരിയിൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് മെൻ ഇൻ ദ റോ എന്നാണ് ചോദ്യം. മുന്നിൽ നിന്നുള്ളതും പിന്നിൽ നിന്നുള്ളതും കിട്ടിക്കഴിഞ്ഞാൽ ആ വരിയിൽ മൊത്തം എത്ര പേരുണ്ടാവും എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല എന്താണ്? രസമുള്ള ഫോർമുലയാണ് അല്ലെ. മുന്നിൽ നിന്ന് പ്ലസ് പിന്നിൽ നിന്ന് -1. ഇതാണ് ഒരു റോയിലുള്ള മൊത്തം ആൾക്കാരുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. ശരിയല്ലേ? ഇപ്പൊ മനുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ മുന്നിൽ നിന്ന് 20ാമതാണ്. പിന്നിൽ, കാരണം പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്ത് 20ാമത്തെ പൊസിഷനിൽ വന്നിട്ടുണ്ട്. സ്റ്റിൽ അത് പിന്നിൽ നിന്ന് നോക്കുമ്പോൾ 35ാമതുമാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ റോയിൽ മൊത്തം എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്താണ്? മുന്നിൽ നിന്ന് പ്ലസ് പിന്നിൽ നിന്ന് -1. മുന്നിൽ നിന്ന് 20ാമത് പ്ലസ് പിന്നിൽ നിന്ന് 35ാമത് -1. അതായത് 55ൽ നിന്ന് 1 കുറച്ച് 54 പേരായിരിക്കും ആ റോയിൽ മൊത്തത്തിൽ ഉണ്ടാവുക. ശരിയല്ലേ? ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ 54 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതും പ്രാധാന്യാർഹിതമായ ചോദ്യമാണ്. കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അടുത്ത 6ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇഫ് ദ സെക്കൻഡ് ഓഫ് ദ മന്ത് ഫോൾസ് ഓൺ സൺഡേ, ഒരു മാസത്തിലെ 2ാമത്തെ ദിവസം എന്ന് പറയുന്നത് സൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഡേ വിൽ 31st ഓഫ് ദാറ്റ് മന്ത് ബി, ആ മാസം 31ാമത്തെ ദിവസം എന്തായിരിക്കും എന്നാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത്. ഓക്കെ. അതായത് ഒരു മാസത്തിലെ 2ാമത്തെ ദിവസം എന്ന് പറയുന്നത് സൺഡേ ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ 7 കൂട്ടി, കൃത്യം 7 ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ ഒരു ദിവസം ആവർത്തിച്ച് വരിക. ഇന്ന് മൺഡേ ആണെങ്കിൽ 7 ദിവസങ്ങൾക്ക് ശേഷം മൺഡേ ആയിരിക്കും. ഇന്ന് സൺഡേ ആണെങ്കിൽ 7 ദിവസങ്ങൾക്ക് ശേഷം സൺഡേ ആയിരിക്കും. കാരണം ഒരാഴ്ചയിൽ 7 ദിവസങ്ങളാണല്ലോ ഉള്ളത്. സോ 7 ദിവസം കൂട്ടി 9ാമത്തെ ദിവസം സൺഡേ ആയിരിക്കും. 9 7 16ാമത്തെ ദിവസം സൺഡേ ആയിരിക്കും. 16 7 23ാമത്തെ ദിവസം സൺഡേ ആയിരിക്കും. 23 7 30ാമത്തെ ദിവസവും സൺഡേ ആയിരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 31ാമത്തെ ദിവസം, ഈ 30ാമത്തെ ദിവസം സൺഡേ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 31ാമത്തെ ദിവസം എന്തായിരിക്കും? സൺഡേ കഴിഞ്ഞ് അടുത്ത ദിവസം എന്തായിരിക്കും? മൺഡേ ആയിരിക്കും. ശരിയല്ലേ? 31ാമത്തെ ദിവസം എന്തായിരിക്കും? മൺഡേ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ 31st ഓഫ് ദ ലാസ്റ്റ് മന്ത് എന്തായിരിക്കും എന്നാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി മൺഡേ ആണ് നമുക്ക് ആവശ്യം, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ ആണല്ലോ. 7ാമത്തെ ചോദ്യം ഓക്കെ ആണേ.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ശ്രദ്ധിച്ചിരിക്കുക. കോഡിംഗ് ഡീകോഡിങ്ങുമായിട്ട് നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ്. 879നെ 8 കോഡ് ചെയ്തിട്ടുള്ളത്. 625 കോഡ് ചെയ്തിട്ടുള്ളത് 1 ആണ്. 586 കോഡ് ചെയ്തിട്ടുള്ളത് 9 ആണ്. സിമിലർലി 785നെ എങ്ങനെയായിരിക്കും ആൻസർ വരിക എന്നുള്ളതാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ എന്തെങ്കിലും തമ്മിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. നോക്കിക്കേ, എന്തെങ്കിലും ഒരു ബന്ധം ഇവന്മാരെ തമ്മിലൊക്കെ നമുക്ക് സങ്കല്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? 8 7 15 15 നിന്ന് 9ലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. 9 7 എത്രയാണ്? 18 അല്ലെ? 9 9 18 5 2 7 7 6 കുറച്ചാൽ 1 ആ ഒരു റിലേഷൻ കിട്ടുന്നുണ്ടോ നോക്കിയേ. 9 7 16 അല്ലെ? 9 6 15 9 7 16 16 8 കുറച്ചാൽ 9 ശരിയല്ലേ? അതായത് ഇവന്മാരെ തമ്മിൽ കൂട്ടുക. അതായത് 7 + 9ൽ നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ എന്താണ് വരിക? അതായത് 7 + 9ൽ നിന്ന് 8 കുറച്ചാൽ 1, 7 + 1 8. അപ്പോൾ എനിക്ക് 8 എന്നുള്ള ആൻസറിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പറ്റുന്നുണ്ടോ നോക്കിക്കേ. 5 + 2 -6, അതായത് 5 2 7ൽ നിന്ന് 6 കുറച്ച് ആൻസർ 1. കറക്റ്റായിട്ട് ലിങ്ക് ആവുന്നുണ്ട്, ശരിയല്ലേ? അത് ഇവിടെ ശരിയാവുന്നുണ്ടോ നോക്കിക്കേ. 8 + 6 -5, അതായത് 8 + 6ൽ നിന്ന് 5 കുറച്ചാൽ 1, 8 1 9. കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും കറക്റ്റായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്തായിരിക്കും? 8 + 5 -7 ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ ആണേ? 8 5 13 -7, 7 6 13. സോ ആൻസർ വരുന്നത് എന്താണ്? 6 ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ, 6 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ ആണോ നോക്കണേ? സംഭവം സെറ്റ് അല്ലേ? ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9. സെലക്ട് ദ വൺ വിച്ച് ഈസ് ഡിഫറെന്റ് ഫ്രം ദ അതർ 3 ഓൾട്ടർനേറ്റീവ്സ്. ബാക്കിയുള്ള 3 ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള സംഗതി കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത്. നോക്കാം. AEFJ, EHIL, KOPT, YUZI. നോക്കാം. AEFJ, പിന്നെ പറയുന്നത് എന്താണ്? EHIL, KOPT, UYZI. സോ നോക്കാം. എയിൽ നിന്ന് ഇയിലേക്ക് വരണമെങ്കിൽ ABCDE, അതായത് ഒരു 3 നമ്മൾ ആഡ് ചെയ്യണം, ഒരു +3 എടുക്കണം. ഓക്കെ. ഇനി ഇയിൽ നിന്ന് എഫിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നോക്കണേ. ഇയിൽ നിന്ന് എഫിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കഴിഞ്ഞാൽ ഒരു +1 ആഡ് ചെയ്താൽ എഫിലേക്ക് വരാം അല്ലേ? അവിടെ നിന്ന് ജെയിലേക്ക് വരണമെങ്കിലോ ABCDEFGHIJ ഒരു 3 കൂട്ടണം. ഓക്കെ ആണേ? അതായത് ഒരു +3 +1 +3 റിലേഷനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ എയിൽ നിന്ന് എച്ചിലേക്ക് വരണമെങ്കിൽ, ഇയിൽ നിന്ന് എച്ചിലേക്ക് വരണമെങ്കിൽ ABCDEFGH 2 ആഡ് ചെയ്യുന്നത്. ഓക്കെ, +2. ഇനി എച്ചിൽ നിന്ന് ഐയിലേക്ക് വരണമെങ്കിലോ HI 1 ആഡ് ചെയ്യുന്നത്. ഐയിൽ നിന്ന് എല്ലിലേക്ക് വരണമെങ്കിലോ JKL എന്താ ആഡ് ചെയ്യുന്നത്? 2 ആഡ് ചെയ്യുന്നത്. അതായത് ഒരു +2 +1 +2 റിലേഷൻ. ഓക്കെ ആണേ? ഇനി അടുത്ത കെയിൽ നിന്ന് ഒയിലേക്ക് വരണമെങ്കിൽ HIJKLMNO +3 വരുന്നുണ്ട്. ഒയിൽ നിന്ന് പിയിലേക്ക് വരണമെങ്കിൽ +1, പിയിൽ നിന്ന് ടിയിലേക്ക് വരണമെങ്കിൽ HIJKLMNOP QRST +3. ഇനി UYZI അതിലേക്കാണെങ്കിലോ യുവിൽ നിന്ന് വൈയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് വരിക? HIJKLMNOP QRSTU VWXY, അതായത് +3. വൈയിൽ നിന്ന് ഇസഡിലേക്ക് +1 അല്ലെ? ഇസഡിൽ നിന്നും ഐയിലേക്ക്, ഇസഡ് കഴിഞ്ഞാൽ പിന്നെ ABCD. ഇത് D ആണ് കേട്ടോ. ആക്ച്വലി ഓപ്ഷൻ ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. ഇത് D ആണ് കേട്ടോ. ഈ ഇസഡ് കഴിഞ്ഞാൽ ഒരു സൈക്കിള് പോലെയാണ് പോവുക. അതായത് നമ്മളിപ്പം ABCDEFGHIJKLMNOPQRSTUVWXYZ കഴിഞ്ഞാൽ പിന്നെ
തിരിച്ച് എ ബി സി അങ്ങനെയാണ് പോവുക. ഓക്കെ, ഇസഡിൻ്റെ കൂടെ നമ്മൾ 3 കൂട്ടിക്കഴിഞ്ഞാൽ എ ബി സി കഴിഞ്ഞ് ഡി ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അത് ഡി ആണ്. ഞാനത് ടൈപ്പ് ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. യു വൈ ഇസഡ് ഡി എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പോൾ ഈ 3 എണ്ണം നമുക്ക് ഈ ഒരു +3 +1 +3 റിലേഷൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിനകത്തെ ഒരു ഓപ്ഷൻ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒറ്റയാനായിട്ട് നിൽക്കുന്നത്. സോ അതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഈ +2 +1 +2 റിലേഷൻ വരുന്ന EHIL എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി EHIL ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. കൂട്ടത്തിൽ നിൽക്കുന്ന ഒറ്റയാനായിട്ടുള്ള ആളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നോക്കാം. ഇൻഷുറൻസ്, പ്രൊവിഡന്റ് ഫണ്ട്, സാലറി, ഷെയർ. ഇത് റീസണിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. അതായത് റീസണിങ്ങിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അവിടെ വരുന്നൊരു ചോദ്യമാണ് കേട്ടോ. അനലോഗി, ക്ലാസിഫിക്കേഷൻ, നമ്പർ അനലോഗി, ലെറ്റർ അനലോഗി, വെൻ ഡയഗ്രാം, ഇങ്ങനെയൊക്കെയുള്ള കുറേ ടോപ്പിക്സ് നമുക്ക് വരുന്നുണ്ട്. അതിനകത്ത് പ്രാധാന്യാർഹിതമായ ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരു സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാവുന്ന ഒരു ചോദ്യമാണിത്. ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ്. ഇൻഷുറൻസ്, പ്രൊവിഡന്റ് ഫണ്ട്, സാലറി, ഷെയർ. ഇൻഷുറൻസ് ആയാലും പ്രൊവിഡന്റ് ഫണ്ട് ആയാലും ഷെയർ ആയാലും അതെല്ലാം ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളാണ്, ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സാലറി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് അല്ല, നമുക്ക് കിട്ടുന്ന പൈസയാണ്, ശരിയല്ലേ? ആ സാലറി കിട്ടുന്ന പൈസ പല രീതിയിൽ പല സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ബാക്കി 3 ഓപ്ഷൻ വരുന്നത്. കൂട്ടത്തിൽ നിൽക്കുന്ന ഒറ്റയാൻ എന്ത് തന്നെയാണ്, സാലറി തന്നെയാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 11ാമത്തെ ചോദ്യം നോക്കിയോളൂ. ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദ ഗിവൺ വൺ ദാറ്റ് വിൽ കംപ്ലീറ്റ് ദ സീരീസ്. ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്: 6, 11, 21, 26, 36, അടുത്ത ആളെ അറിഞ്ഞുകൂടാ, 51. ഇങ്ങനെയാണ് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത്. നോക്കാം. 6ന്റെ കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 11ലേക്ക് വരാം. 11ന്റെ കൂടെ 10 കൂട്ടിക്കഴിഞ്ഞാൽ 21ലേക്ക് വരാം. 21ന്റെ കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ 26ലേക്ക് വരാം. 26ന്റെ കൂടെ 10 കൂട്ടിക്കഴിഞ്ഞാൽ 36ലേക്ക് വരാം. അടുത്ത എന്തായിരിക്കും? +5 +10 +5 +10. അടുത്തതും +5 +10 ആയിരിക്കും. 36ന്റെ കൂടെ 5 കൂട്ടുക, 41 വരും. ആ 41ന്റെ കൂടെ 10 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 51ലേക്ക് വരാനും പറ്റും. സോ ദ റിക്വയർഡ് സൊല്യൂഷൻ ഈസ് ഓപ്ഷൻ സി, 41 ആണ് നമ്മുടെ ആൻസർ വരും. ഓക്കെ ആണല്ലോ? ഇതെല്ലാം പ്രീവിയസ് വന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഈസി ടു സ്കോർ ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 12ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. 12ാമത്തെ ചോദ്യം: സെലക്ട് ദ വൺ വിച്ച് ഈസ് ഡിഫറെന്റ് ഫ്രം ദ അതർ 3 ഓൾട്ടർനേറ്റീവ്സ്. ബാക്കിയുള്ള 3 ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. സോ 62ഉം 37ഉം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ നോക്കുക. ഡിഫറൻസോ സമ്മോ നമുക്ക് എടുത്ത് നോക്കാം. ആദ്യം ഡിഫറൻസ് നോക്കാം. 2ൽ 7 പോയില്ല, 12ൽ 7 കുറച്ചാൽ 5, ഇവിടുന്ന് ഒരു 1 ഇങ്ങോട്ട് പോയിട്ടുണ്ട് 5, 5ൽ 3 കുറച്ച്, ഇത് ഡിഫറൻസ് 25 ആണ്. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് 34 ആണ്. ഇതിന്റെ ഡിഫറൻസ് 25 ആണ്. ഇതിന്റെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ 25 ആണ് അല്ലെ? 8, 5, 13, 3, 6, 1, 7, 2, 9, 10. ഓക്കെ ആണേ? സോ 25, 25, 25 കൂട്ടത്തിൽ ഡിഫറൻസ് 34 ആയിട്ട് വരുന്നതാണ് അതിനകത്തെ ഒറ്റയാൻ എന്ന് പറയുന്നത് അല്ലെ, ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി 74, 40 ആണ് ആൻസർ വരിക. ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. 62ൽ നിന്ന് 37 കുറച്ച 25, 85ൽ നിന്ന് 60 കുറച്ച 25, 103ൽ നിന്ന് 78 കുറച്ച 25. അപ്പോൾ അതെല്ലാം 25 കിട്ടുന്നുണ്ട്. കൂട്ടത്തിൽ 25 കിട്ടാത്തതായിട്ടുള്ളത് 74, 40 ആണ്. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്തേ വരുന്നുള്ളൂ? 34 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് 12ാമത്തെ ചോദ്യമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 13ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. എ സീരീസ് ഈസ് ഗിവൺ വിത്ത് 1 ടേം ഈസ് മിസ്സിംഗ്. ഒരു സീരീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഒരു ടേം മിസ്സിംഗ് ആണ്. ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദ ഗിവൺ വൺ ദാറ്റ് വിൽ കംപ്ലീറ്റ് ദ സീരീസ്. കൃത്യമായ ഒരു ഓൾട്ടർനേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് ആ സീരീസ് കംപ്ലീറ്റ് ചെയ്യുക. സീരീസ് ഇങ്ങനെയാണ്: 10, 100, 200, 310,
അടുത്ത സംഗതി എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെട്ടേക്കുന്നത്. ഓക്കെ, 10ൽ നിന്ന് 100ലേക്ക് എത്തണമെങ്കിൽ നമ്മൾ 90 കൂട്ടണം. 100ൽ നിന്ന് 200ലേക്ക് എത്തണമെങ്കിൽ 100 കൂട്ടണം. 200ൽ നിന്ന് 310ലേക്ക് എത്തണമെങ്കിൽ 110 കൂട്ടണം. ഓക്കെ ആണേ? ആ ലോജിക്ക് പിടി കിട്ടുന്നുണ്ടോ? 90 10 കൂടി 100, 100ന്റെ കൂടെ 10 കൂടി 110. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 310ന്റെ കൂടെ 110ന്റെ കൂടെ 10 കൂട്ടി 120 കൂട്ടുന്നതായിരിക്കും നമുക്ക് ആൻസർ വരുന്നുണ്ടാവുക. ശരിയല്ലേ? അതായത് 310 പ്ലസ് 120 430. ഓക്കെ ആണല്ലോ? 310 പ്ലസ് 120 430 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി 430 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആയെന്ന് വിചാരിച്ചോട്ടെ? വലിയ ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താവുന്ന ഒരു ചോദ്യമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദ ഗിവൺ വൺ ദാറ്റ് വിൽ കംപ്ലീറ്റ് ദ സീരീസ് എന്നാണ് ചോദ്യം. നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: CBA ABC ABCD പിന്നെ DCBA ABCDE അടുത്ത എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, വളരെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാവുന്ന ഒരു ചോദ്യമാണിത്. നോക്കിക്കോ, ശ്രദ്ധിച്ചിരിക്കുക. ഈ CBA നേരെ തിരിച്ചിടുന്നതാണ്, റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് തിരിക്കുന്നതാണ് ABC. CBA തിരിച്ചിട്ടാൽ ABC, ABCD നേരെ തിരിച്ചിട്ടാൽ DCBA അല്ലെ? DCBA ആൻസറായി. അങ്ങനെയാണെങ്കിൽ ABCDE തിരിച്ചിടുന്നത് എന്താണോ അതായിരിക്കും നമ്മുടെ ആൻസർ. റൈറ്റ് ടു ലെഫ്റ്റ് എഴുതിയാൽ എന്താണ് വരിക? EDCBA. സോ EDCBA ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ അല്ലെ? ഓപ്ഷൻ എ EDCBA ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. നോക്കിക്കേ, ഓപ്ഷൻ എ EDCBA ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വലിയ ബുദ്ധിമുട്ടുകളില്ല, എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാവുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ്. ഒന്ന് ഫോക്കസ് ചെയ്താൽ മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 15ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. A word is followed by 4 other words, one of which cannot be formed by using the letters of the given word. Find out this word. അതായത് നമുക്കൊരു വേർഡ് തന്നിട്ടുണ്ട്. പെർസോണിഫിക്കേഷൻ എന്നുള്ളൊരു വേർഡാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെ? പെർസോണിഫിക്കേഷൻ എന്നുള്ളൊരു വാക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ വാക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഒരെണ്ണം ഈ വാക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ആ പറ്റാത്ത വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ പറ്റുന്നത് നോക്കി നോക്കി പോയാൽ പോരെ. ഫിക്ഷൻ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. FICTION ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ആൻസർ ഇതല്ലാതെ മനസ്സിലായി. ക്യാപ്ഷൻ CAPTION ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതല്ല. ഫാഷൻ നമുക്ക് പെർസോണിഫിക്കേഷൻ F ഉണ്ട്, A ഉണ്ട്, S ഉണ്ട്, H ഉണ്ടോ? പെർസോണിഫിക്കേഷൻ H ഇല്ല അല്ലെ? സോ ഈ കാണുന്ന H നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് എന്തായിരിക്കും? നോഷൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ശരിയാണല്ലോ? NOTION ഒബ്വിയസ്ലി ON ഉണ്ട്, ഇവിടെ ഉണ്ട്, ON ഉണ്ട്. ഓക്കെ, NOTION നോഷൻ ഒക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വാക്കാണ്. ഇതിനകത്ത് H എന്നുള്ളൊരു വാക്ക് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പെർസോണിഫിക്കേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത വാക്ക് ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ഫാഷൻ എന്നത് തന്നെയാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ക്ലിയർ ആണല്ലോ? സംഭവം സെറ്റാണേ. 15ാമത്തെ ചോദ്യം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 16ാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. തികച്ചും ലളിതമായിട്ടുള്ള ഒരു ഓഡ് വൺ ഔട്ട് ചോദ്യമാണ്. നേരെ ചോദ്യം നോക്കാം നമുക്ക്. ഐ, നോസ്, ഇയർ, ഹാൻഡ്. ഐയും കണ്ണും നോസും ഇയറും എല്ലാം ഫേസിലുള്ള കാര്യങ്ങളാണ്. ശരിയല്ലേ? ഹെഡിലുള്ളതാണ്. ഹാൻഡ് ഹെഡിലുള്ളതല്ല അല്ലെ? തലയിലുള്ളതല്ലല്ലോ. സോ ഓപ്ഷൻ ഡി ഹാൻഡ് ആണ് കൂട്ടത്തിലുള്ള ഓഡ് വൺ ഔട്ട്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 17ാമത്തെ ചോദ്യം. ഡയറക്ഷൻ സെൻസ്, ദിശാബോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. വായിച്ചു നോക്കാം.
അരുൺ ആൻഡ് ദീപക് സ്റ്റാർട്ട് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. അരുണും ദീപക്കും ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു. അരുൺ മൂവ്സ് 3 കിലോമീറ്റർ നോർത്ത്. അപ്പം നമുക്ക് ഏതൊക്കെയാണ് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നുള്ള പ്രാഥമികമായ ധാരണ ആദ്യമേ തന്നെ ഉണ്ടാവണം. NEWS ഇങ്ങനെയാണ്: നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഓക്കെ. ന്യൂസ്, നിങ്ങളെല്ലാവരും ന്യൂസ് കാണാറും ന്യൂസ് കേൾക്കാറും ന്യൂസ് വായിക്കാറും ഒക്കെ ഉള്ള ആൾക്കാരാണ്. എന്താണ് ന്യൂസിന്റെ ഫുൾ ഫോം? ന്യൂസിന്റെ ഫുൾ ഫോം തന്നെയാണ് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. എല്ലാ ദിശകളിൽ നിന്നും എല്ലാ ഡയറക്ഷനിൽ നിന്നുമുള്ള ഇൻഫർമേഷൻസ് കളക്റ്റീവായിട്ട് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ന്യൂസ് എന്ന പേരിൽ വിളിക്കുന്നു. ഓക്കെ, നോക്കാം. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഡയറക്ഷൻസ് ഞാൻ സൈഡിൽ വരച്ചിട്ടുണ്ട്. അരുണും ദീപക്കും ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമേ അരുണിന്റെ സഞ്ചാരപാതയെ കുറിച്ചാണ് പറയുന്നത്. 3 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്. നോർത്തിലേക്ക് 3 കിലോമീറ്റർ അരുൺ സഞ്ചരിച്ചു. നോർത്ത് ഡയറക്ഷൻ മുകളിലേക്കാണെന്നറിയാം. ആൻഡ് ടേൺസ് റൈറ്റ്. അവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ. ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. ദീപക് മൂവ്സ് 5 കിലോമീറ്റർ വെസ്റ്റ്. ഇപ്പൊ ഞാൻ അരുണ് പോയ വഴിയാണ് ഇപ്പോൾ ഞാൻ വരച്ചു വെച്ചേക്കുന്നത്. ഇനി ദീപക് മൂവ് ചെയ്യുന്നത് 5 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. അതായത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടതുവശത്തേക്കാണ്. 5 കിലോമീറ്റർ ഇങ്ങനെ ഇടതുവശത്തേക്ക് മൂവ് ചെയ്തു. ഓക്കെ. ആൻഡ് ടേൺസ് റൈറ്റ്. ഇവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു. വലത്തേക്ക് എന്ന് പറയുമ്പോൾ വെസ്റ്റിലേക്ക് പോകുന്ന ഒരാൾ വലത്തേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ നോർത്തിലേക്കാണ്, അല്ലെ? അപ്പൊ നോർത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നു. എത്ര കിലോമീറ്റർ? 3 കിലോമീറ്റർ. അപ്പൊ ഇതേ 3 തന്നെയാണ് നമുക്ക് ഇവിടേക്കും കിട്ടുക. 3 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഹൗ ഫാർ ആർ ദേ എപ്പാർട്ട് എന്നാണ് ചോദ്യം. ഇപ്പൊ നിലവിൽ അവർ രണ്ടുപേരും എത്ര ദൂരം അകലത്തിലാണ് നിൽക്കുന്നത്? സോ ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം ഇതേ 5 തന്നെയാണ് നമുക്ക് മുകളിലേക്ക് കിട്ടുക. 5 കിലോമീറ്റർ പ്ലസ് ഈ കാണുന്ന 4 കിലോമീറ്റർ. അതാണ് നിലവിൽ അവരെത്തി നിൽക്കുന്ന ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള അകലം. ശരിയല്ലേ? അവരെത്തി നിൽക്കുന്ന ആ 2 പോയിന്റുകൾ തമ്മിലുള്ള അകലം എത്രയാണ്? 5 കിലോമീറ്റർ പ്ലസ് 4 കിലോമീറ്റർ. 9 കിലോമീറ്റർ ആണ് നമുക്ക് ആൻസർ വരുന്നുണ്ടാവുക. ഓപ്ഷൻ ഡി 9 കിലോമീറ്റർ ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണേ? സംഭവം സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 18ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. In a post office stamps of 3 different denominations of ₹7, ₹8 RS എന്നാണ് കേട്ടോ. ₹8, ₹10 ആർ അവൈലബിൾ. അതായത് പല ഡിനോമിനേഷൻസിൽ 7 രൂപയ്ക്ക് സ്റ്റാമ്പ് കൊടുക്കുന്നുണ്ട്, 8 രൂപയ്ക്ക് സ്റ്റാമ്പ് കൊടുക്കുന്നുണ്ട്, 10 രൂപയ്ക്ക് സ്റ്റാമ്പ് കൊടുക്കുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എമൗണ്ട് ഫോർ വിച്ച് വൺ ക്യാൻ ബൈ ദ സ്റ്റാമ്പ് ഈസ്. അതായത് ഒരാൾ സ്റ്റാമ്പ് വാങ്ങുന്ന എമൗണ്ട് അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെട്ടേക്കുന്നത്. അതായത് പല രീതിയിൽ സ്റ്റാമ്പുകൾ വാങ്ങാം. 20 സ്റ്റാമ്പ് വാങ്ങിയ ഒരു തുകയാകുമോ? ആണെങ്കിൽ എങ്ങനെ? എടാ 10 രൂപയുടെ സ്റ്റാമ്പ് ഉണ്ട്, അത് 2 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ 20 രൂപയ്ക്ക് സ്റ്റാമ്പ് വാങ്ങിക്കാമല്ലോ. 2 × 10 രൂപയുടെ 2 സ്റ്റാമ്പ്. 24 രൂപയ്ക്ക് സ്റ്റാമ്പ് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എടാ 8 രൂപയുടെ സ്റ്റാമ്പ് 3 എണ്ണം വാങ്ങിച്ചാൽ പോരെ? 8 രൂപയുടെ സ്റ്റാമ്പ് 3 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ 24 രൂപയ്ക്ക് സ്റ്റാമ്പ് വാങ്ങാമല്ലോ. 28 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുമോ? അതായത് 10 രൂപയുടെ സ്റ്റാമ്പ് 2 എണ്ണവും 10 രൂപയുടെ സ്റ്റാമ്പ് 2 എണ്ണവും ഒരു 8 രൂപയുടെ സ്റ്റാമ്പും വാങ്ങിച്ചു കഴിഞ്ഞാൽ 28 രൂപയ്ക്ക് സ്റ്റാമ്പ് വാങ്ങാമല്ലോ. അപ്പൊ ഇതെല്ലാം സ്റ്റാമ്പ് വാങ്ങാൻ പറ്റുന്ന വിലകളാണ്. പറ്റാത്തതായിട്ട് 19 ഉണ്ട്. എനിക്ക് എങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കിയാലും, അല്ലെ, 8ഉം 7ഉം കൂട്ടി കഴിഞ്ഞാൽ 19 വരുമോ? ഇല്ല. 7ന്റെ 2 സ്റ്റാമ്പ് വാങ്ങിച്ചാൽ 14 ആയി. പിന്നെ 8 കൂട്ടിയാൽ 19 വരുമോ? ഇല്ല. 10ന്റെ 2 സ്റ്റാമ്പ് വാങ്ങിച്ചാൽ തന്നെ 19ന് മേളിൽ പോയി. പിന്നെ 8ന്റെ 2 സ്റ്റാമ്പ്, 7ന്റെ 2 സ്റ്റാമ്പോ 8ന്റെയും 7ന്റെയും കൂടെ സ്റ്റാമ്പ് വാങ്ങിക്കുന്ന കഥകളെ നമുക്ക് പറയാനുള്ളൂ. ഈ കഥകളൊന്നും തന്നെ 19ലേക്ക് ലീഡ് ചെയ്യുന്നില്ല. 19 ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ശരിയല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാമ്പ് വാങ്ങുന്ന തുകയായി അംഗീകരിക്കാൻ കഴിയാത്തത് കൂട്ടത്തിൽ ഏത് മാത്രം? അതെന്താണെന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എമൗണ്ട് ഫോർ വിച്ച് വൺ ക്യാൻ ബൈ ദ സ്റ്റാമ്പ്. സ്റ്റാമ്പ് വാങ്ങുന്ന തുക അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. കൃത്യമായി ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. ഓപ്ഷൻ എ, 19 രൂപയ്ക്ക് ഒരിക്കലും ഒരാൾക്ക് എന്ത് വാങ്ങാൻ കഴിയില്ല? സ്റ്റാമ്പ് വാങ്ങാൻ കഴിയില്ല. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 19ാമത്തെ ചോദ്യം. ഫിഗർ അനലോഗി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നോക്കാം. സെലക്ട് ദ ഫിഗർ ഫ്രം ദ എമംഗ്സ്റ്റ്, അല്ലെങ്കിൽ കംപ്ലീഷൻ ഓഫ് ഫിഗർ എന്നുള്ള ടോപ്പിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ എംബഡഡ് ഫിഗേഴ്സ്. അങ്ങനെ ഒരുപാട് ഫിഗർ റിലേറ്റഡ് ടോപ്പിക്കുകൾ ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. നോക്കിക്കോളൂ. ഇങ്ങോട്ട് മാറ്റി വെക്കാം ചിത്രം കറക്റ്റായിട്ട് കാണാൻ വേണ്ടി. Select the figure from the amongst and answer the figures which continue the same series as established by the 5 problems figures. അതായത് 5 പ്രോബ്ലം ഫിഗർ ഉണ്ട്.
അതിനെ പിന്തുടർന്ന് വരാൻ സാധ്യതയുള്ള ചിത്രം ഏത് എന്ന് കണ്ടുപിടിക്കുക എന്നതാണ് ചോദ്യം. ഓക്കെ, നമ്മുടെ പ്രോബ്ലം ഫിഗേഴ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു സ്ക്വയർ കാണാൻ സാധിക്കുന്നുണ്ട്, ട്രയാങ്കിൾ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ഇൻറ്റു മാർക്ക് ഉണ്ട്, ഒരു ഈക്വൽ ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ശരിയാണല്ലോ? അതേപോലെ തന്നെ ഇതെല്ലാം ഒരു പ്രാവശ്യം ഇരുന്ന സ്ഥലത്ത് വീണ്ടും വരുന്നുണ്ടോ നോക്കുക. ഒരാൾക്ക് പരമാവധി അഞ്ച് പൊസിഷൻസ് ഉണ്ട് അല്ലെ? 1 2 3 4 5 പൊസിഷൻ ഉണ്ട്. പൊതുവെ വരുന്നൊരു കാര്യങ്ങളിൽ, ഇങ്ങനെ വരുന്ന ചിത്രങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ നോക്കണം. ഒരാള് ഇരുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ഇരിക്കാതെ 5 പ്രാവശ്യം അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം 5 പൊസിഷനിൽ മാറ്റി മാറ്റി കൊടുക്കാം. 6ാമത്തെ ഒരു പൊസിഷൻ വരുവാണെങ്കിൽ ഇരുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വരണം. അപ്പം ഇരുന്ന സ്ഥലത്ത് തന്നെ വരുന്നുണ്ടോ എന്നുള്ളത് ആദ്യമേ തന്നെ നോക്കുക. സ്ക്വയർ നിലവിൽ ഫസ്റ്റ് നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടെ തന്നെ വീണ്ടും സ്ക്വയർ വരുന്നുണ്ടോ? ഇല്ല. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ആണ് പിന്നെ വരുന്നത്, ഈക്വൽ ആണ് പിന്നെ വരുന്നത്, ഇൻറ്റു ആണ് പിന്നെ വരുന്നത്, ട്രയാങ്കിൾ ആണ് വരുന്നത്. ഇപ്പൊ തന്നെ 1 2 3 4 5 6ാമതൊരെണ്ണം ഉണ്ടെങ്കിൽ സ്ക്വയർ വീണ്ടും ഇവിടെ തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. ശരിയല്ലേ? സോ ആൻസർ ഫിഗർ 6ാമത്തെ ഫിഗർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഫിഗർ എന്താ? ബാക്കിയുള്ള എല്ലാം നോക്കുക. ട്രയാങ്കിൾ ഇരുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും വരുന്നില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വേറൊരു ലോജിക്ക് ആലോചിക്കേണ്ടി വന്നേനെ. ക്വസ്റ്റ്യൻ മാർക്ക് ആദ്യം വരുന്ന സ്ഥലത്ത് വീണ്ടും വരുന്നില്ല, ഇൻറ്റു ആദ്യം വരുന്ന സ്ഥലത്ത് വീണ്ടും വരുന്നില്ല, ഈക്വൽ ആദ്യം വരുന്ന സ്ഥലത്ത് വീണ്ടും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല. അപ്പൊ ഫസ്റ്റ് ഫിഗർ എന്ത് തന്നെയാണോ അത് തന്നെ റൊട്ടേറ്റ്. കാരണം 5 പൊസിഷൻ 5 ഫിഗർ ഒരാൾ ഇരുന്ന സ്ഥലത്തേക്ക് വീണ്ടും അയാൾ തന്നെ എത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ 6ാമതൊരു ഫിഗർ വരുമ്പോൾ ആദ്യം എന്തായിരുന്നോ ഉണ്ടായിരുന്നത് അത് തന്നെ 6ാമത് കിട്ടിയേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ലോജിക്ക് കൃത്യമായി കണക്ട് ചെയ്യുക. ഒരുപാട് ലോജിക്കുകൾ ഉണ്ട്. നമ്മൾ ആ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, സോ നമ്മളിവിടെ അനലൈസ് ചെയ്യുമ്പോൾ ഇതേ സെയിം ഫിഗർ വരുന്ന ആൻസർ ഏതാണെന്ന് നോക്കുക. ഏതാണ്? ആ ഒരു സ്ക്വയർ ട്രയാങ്കിൾ ഇൻറ്റു ഈക്വൽ, സ്ക്വയർ ട്രയാങ്കിൾ ഇൻറ്റു ഈക്വൽ ക്വസ്റ്റ്യൻ മാർക്ക്. സോ സെക്കൻഡ് ഫിഗർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി, സെക്കൻഡ് ഫിഗർ ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിശ്വസിച്ചോട്ടെ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ 19ാമത്തെ ചോദ്യം. സോ അപ്പൊ നമ്മുടെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക്, 20ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഫൈൻഡ് ദ നെക്സ്റ്റ് ഫിഗർ ഫ്രം ദ ഓപ്ഷൻസ്. ഓപ്ഷനിൽ നിന്നും അടുത്ത ചിത്രം കണ്ടെത്തുക എന്നതാണ്. ഏത് ഓപ്ഷനാണ് ശരി എന്ന് അറിയുക എന്നതാണ് നമ്മുടെ ചോദ്യം. നോക്കാം. ആദ്യം വരച്ചിരിക്കുന്ന ചിത്രം നോക്കുക. ഇങ്ങനെയുള്ളൊരു ചിത്രമാണ് ആദ്യം വരച്ചിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ പല രീതിയിൽ ഇത് ആലോചിക്കാം കേട്ടോ. ദർ ഇസ് ലോട്ട് ഓഫ് വേസ് ടു തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ. മൂന്നാമത് അവർ വരച്ചിരിക്കുന്ന ചിത്രം ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ചിത്രം എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, ഫസ്റ്റ് ചിത്രത്തിൽ നിന്നും സെക്കൻഡ് ചിത്രത്തിലേക്ക് പോയപ്പോൾ അവരെന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത് എന്നൊന്ന് ഞാനൊന്ന് നോക്കണം. അതായത് ഈ കാണുന്ന ലൈൻ നേരെ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്, ഈ കാണുന്ന ലൈൻ തിരിച്ച് നേരെ ഇപ്പുറത്തോട്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഷേപ്പായി, അതാണ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, ഈ കാണുന്ന ലൈൻ നേരെ താഴേക്കും ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പായി. സെറ്റാണല്ലോ. ഇനി ഇവിടുന്ന് അടുത്ത ഫിഗറിലേക്ക് വരുമ്പോഴത്തേക്കിനും, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം, ഒന്നിടവിട്ടുള്ള രീതിയിൽ വേണമെങ്കിലും ചിന്തിക്കാം. അടുത്ത ചിത്രത്തിലേക്ക് വരുമ്പോഴത്തേക്കിനും ഈ ഒരു സംഗതി ഉണ്ടല്ലോ. ഒരു കാര്യം പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, ഈ ഫിഗറിന്റെ നേരെ റിവേഴ്സ് ആണ് ഈ ഫിഗർ. ശരിയല്ലേ? അതായത് ഇത് ഇങ്ങടാക്കി, ഇത് ഇങ്ങടാക്കി, ഈ സാധനം മുകളിലേക്കാക്കി, ഈ സാധനം താഴേക്കാക്കി. അതാണല്ലോ അത്. അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് ഫിഗറിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും അടുത്ത ഫോർത്ത് ഫിഗർ വരുന്നത്. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓർഡറിലാണ് വന്നേക്കുന്നത്. അതായത് ഇത് നേരെ ഇവിടേക്കാക്കുക, ഈ സംഗതി നേരെ മുകളിലേക്കാക്കുക, ഇത് രണ്ടും മുകളിലേക്കാക്കുക, ഇങ്ങനെ വരും. ഇത് രണ്ട് നേരെ ലെഫ്റ്റിലേക്ക് തിരിക്കുക അല്ലേ? അപ്പൊ ഇങ്ങനെ വരും. ആൻസർ ഫിഗർ ഏകദേശം ഈ രീതിയിലായിരിക്കും വരുന്നുണ്ടാവും. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. യെസ്, ഓപ്ഷൻ സി ആണ് ആൻസർ വരിക അല്ലേ? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നുണ്ടാവുക കേട്ടോ. സോ ഓപ്ഷൻ സി ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. സോ ഈ രീതിയിലൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും CSEB എക്സാമിന് റീസണിങ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് അടിച്ചെടുക്കാവുന്ന ടോപ്പിക്ക് തന്നെയാണിത്. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പാർട്ട് 2 PYQ ഡിസ്കഷൻ്റെ പാർട്ട് 2 കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ.